ഹലോ ഗായ്സ്, SKV ഇൻസൈറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ്, കേരള സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് അവാർഡ് 2024 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മികച്ച നടനുള്ള ആ ഒരു അവാർഡ് നമ്മൾ ഇന്നലെ മുതൽ സാധ്യത പട്ടികയിലുണ്ടായിരുന്ന രണ്ട് പേര്, അല്ലെങ്കിൽ ഉയർന്നു കേട്ടിരുന്ന രണ്ട് പേര് മമ്മൂക്കയുടെയും പൃഥ്വിരാജിന്റെയാണ്. ഇപ്പൊ രണ്ട് സിനിമകൾ, അതായത് മമ്മൂക്കയുടെ രണ്ട് സിനിമകളുണ്ട്, കാതൽ ദ കോറ്, കണ്ണൂർ സ്ക്വാഡ്, പൃഥ്വിരാജിന്റെ ആടുജീവിതം. ഇത് രണ്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പടി മുന്നിട്ട് നിൽക്കാൻ പോകുന്നത് പൃഥ്വിരാജിന്റെ ആടുജീവിതം തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 16 വർഷത്തെ എഫേർട്ടാണ് ആ ഒരു സിനിമ. 16 വർഷത്തെ എഫേർട്ട് മാത്രമല്ല, ആളുടെ ഒരു എന്താ പറയാ ഡെഡിക്കേഷൻ നമ്മൾ കണ്ട ഒരു സിനിമ തന്നെയാണ്. പൃഥ്വിരാജ് എന്ന നടന്റെ ഡെഡിക്കേഷൻ കണ്ട ഒരു സിനിമ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തെ മാക്സിമം നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടറെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം. അദ്ദേഹത്തിന്റെ പ്രകടനം എടുത്തു പറയണം. ആ ഒരു നജീബ് എന്നുള്ള ക്യാരക്ടറുമായിട്ട് അദ്ദേഹം ജീവിക്കുകയായിരുന്നു. അത്ര ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചത് പോലെ തന്നെയാണ് ആ ഒരു അവാർഡ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മമ്മൂക്കയ്ക്ക് കിട്ടേണ്ട എന്നൊന്നുമല്ല, അല്ലെങ്കിൽ ഷെയർ ചെയ്യട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ പോലും പൃഥ്വിരാജിന് തന്നെയാണ് കൂടുതൽ മുൻഗണന ഉണ്ടായിരുന്നത്. ഞാനും പേഴ്സണലി ആഗ്രഹിച്ച ഒരു അവാർഡ് തന്നെയാണ് പൃഥ്വിരാജിന്, അത് അർഹിച്ച അവാർഡ് തന്നെയാണ്. എന്തായാലും പൃഥ്വിരാജിന് കൺഗ്രാറ്റ്സ്. അതുപോലെ നെക്സ്റ്റ് ഒരു അവാർഡ് ഇപ്പൊ എടുത്തു പറയേണ്ടത് മികച്ച ഡയറക്ടർ ബ്ലെസി. അതെ, ആടുജീവിതം തന്നെ അദ്ദേഹത്തിന്റെ കാര്യം എടുത്തു പറയണം. ഒരു 10-16 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എടുത്ത ഒരു എഫേർട്ടും നമ്മൾ കാണാതെ പറ്റില്ല. അത്രയും ഗംഭീരമായിട്ട്, അത്രയും നല്ല രീതിയിൽ തന്നെ അവർ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഒരുപാട് കോവിഡിന്റെ സമയത്തും അവരവിടെ സ്റ്റക്കായിട്ട്, ജോർദാനിൽ സ്റ്റക്കായിട്ടുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ നമ്മൾ ന്യൂസ് ചാനലിലൂടെ അറിയുന്നുണ്ടായിരുന്നു. അവര് വീണ്ടും മടങ്ങി വന്ന് വീണ്ടും പോയി പലതവണ റീഷെഡ്യൂൾ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അത്. ആ ഒരു സിനിമ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു എഫേർട്ടിനുള്ള സാധനം അവർ തന്നിട്ടുണ്ട്. കിഡിലായിട്ട് തന്നെ പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളതും കൂടി വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ അതിനൊരു അവാർഡ് അർഹിച്ചു തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഡയറക്ഷൻ. തിരക്കഥയ്ക്കും എടുത്തു പറയണം അത് കേട്ടോ, ഗംഭീരമായിരുന്നു. പിന്നെ അതേ സിനിമയിൽ തന്നെ നമ്മുടെ ഗോകുൽ സ്പെഷ്യൽ ജൂറി അവാർഡാണ്. ആളുടെ പ്രകടനം നമ്മുടെ പൃഥ്വിരാജിന്റെ ഒപ്പം തന്നെ ഈക്വലി എന്താ പറയാ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടതാണ്. രണ്ട് ഫേസിൽ അതും വരുന്നുണ്ട്. കാര്യം ഫസ്റ്റ് ഫേസിൽ പൃഥ്വിരാജിന്റെ കൂടെ ആ ജോർദാനിൽ എത്തുന്ന സീനും, പിന്നെ ലാസ്റ്റ് പൃഥ്വിരാജിനെ കുറെ സിനിമയുടെ എൻഡോട് കൂടി കണ്ടുമുട്ടുന്ന അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുള്ള ആ ഒരു സമയത്തുള്ള ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനും കണ്ടതാണ്. ഈക്വലി ഇമ്പോർട്ടന്റ് റോൾ തന്നെയായിരുന്നു ഗോകുലിനെന്ന് പറയാം. പിന്നെ മികച്ച നടി ഉർവശി ആൻഡ് ബീനാർ ചന്ദ്രൻ. ഉർവശിക്ക് ഉള്ളൊഴുക്ക്, ബീനാർ ചന്ദ്രൻ തടവ് എന്നുള്ള സിനിമയ്ക്കകത്ത്. തടവ് ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. ഉള്ളൊഴുക്ക് എന്ന സിനിമ ഞാൻ കണ്ടിരുന്നു. സിനിമ വൈസ് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഉർവശി മാമിന്റെ പ്രകടനം ഗംഭീരമായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഗംഭീര പ്രകടനം തന്നെയായിരുന്നു അതിനകത്ത്. സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ആള് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഉർവശി മാം മാത്രമല്ല കേട്ടോ, പാർവതി നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ സിനിമ അത്ര വലിയൊരു ഇമ്പാക്ട് എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ മികച്ച ചിത്രം കാതൽ ദ കോർ, അത് എന്തായാലും അർഹിച്ച അവാർഡ് തന്നെയാണ്. ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് ആടുജീവിതത്തിന് കിട്ടിയ പോലെ തന്നെ മികച്ച ചിത്രം കാതൽ ദ കോറിനാണ് കിട്ടിയത്. അതും അർഹിച്ചൊരു അവാർഡ് തന്നെയായിരുന്നു. മികച്ചൊരു ചിത്രം. കാര്യം ആ സമയത്ത് തന്നെ നമുക്കറിയാം ആ ഒരു റോള്, ആ സിനിമയിലെ ലീഡ് റോളിന്റെ റോള് ആരെടുക്കും, സൂപ്പർ സ്റ്റാർ മമ്മൂക്ക അല്ലാതെ വേറെ ആരെടുക്കും എന്നുള്ള ചോദ്യം ഒക്കെ ഉയർന്നൊരു ഘട്ടമായിരുന്നു. അത് സത്യം തന്നെയാണ്. അദ്ദേഹം അല്ലാണ്ട് വേറെ ആരെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. ഒരു സൂപ്പർ സ്റ്റാർ അതെടുക്കും. നമ്മുടെ ലാലേട്ടനുണ്ട്, മമ്മൂക്കയുണ്ട്, സുരേഷ് ഏട്ടനുണ്ട്, സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. പക്ഷെ അവരിൽ ആരെങ്കിലും ഇത് വേറെ ആൾ ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ തന്നെയായിരുന്നു. മമ്മൂക്ക അല്ലാണ്ട് വേറെ ആരും ചെയ്യില്ല. അത്ര ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സിനിമ തന്നെ ആ ഒരു ഇമോഷൻസ് വളരെയധികം കൺവേ ചെയ്തിട്ട് നമുക്ക് ആ സിനിമയുടെ എൻഡിങ് ഒക്കെ വളരെയധികം നമുക്കൊരു ഇത്തിരിയെങ്കിലും ഒരു മനസ്സൊന്ന് ഇടറിയിട്ടുണ്ടെങ്കിൽ അത് ആ സിനിമയുടെ വിജയം തന്നെയാണ്. അതെനിക്കത് വളരെയധികം ഉൾക്കൊണ്ട് തന്നെ ആ സിനിമ കാണാൻ സാധിച്ചു. വളരെയധികം എൻഗേജിംഗ് ഉള്ള സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ അവാർഡ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ നാഷണൽ അവാർഡ് ഇതാ പ്രഖ്യാപിക്കാൻ പോകുന്നു. പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, ഏകദേശം 1:30 കേട്ടത്. അപ്പോൾ എന്തായാലും നാഷണൽ അവാർഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാഷണൽ അവാർഡിൽ ഫൈനൽ റൗണ്ടിലുള്ളത് പേര് കേൾക്കുന്നത് മമ്മൂക്കയുടെയും കുഞ്ചാക്കോ ബോബൻ, ഋഷഭ് ഷെട്ടി, ഇവരുടെ 3 പേരുടെയാണ്. 2022 സിനിമകൾക്കാണ്, സെൻസർ ചെയ്ത സിനിമകളുടെ ആണ് ഇപ്പോൾ നോക്കുന്നത്. കാരണം ആ കോവിഡിന്റെ സമയത്തുള്ള ഒരു വ്യത്യാസം കൊണ്ട് വന്നതാണത്. അപ്പോൾ ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഇനിയും അവർക്ക് നല്ല നല്ല റോളുകൾ ചെയ്യാൻ സാധിക്കട്ടെ, നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, മികച്ച സിനിമകളും മികച്ച നടന്മാരും നടിമാരും എല്ലാവർക്കും വീണ്ടും ഇപ്പോൾ ഈ വിന്നേഴ്സ് ആയവർക്ക് വീണ്ടും
നല്ല നല്ല റോൾസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.